ഹലോ യൂട്യൂബ്. അപ്പോൾ ഈ 2K ട്രാവലിൻ്റെ മറ്റൊരു എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മൾ ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, ഫിഷ് ബിരിയാണി, അങ്ങനെ പലതരം ബിരിയാണി കഴിച്ചിട്ടുണ്ട് കേട്ടോ അല്ലേ. ഈ മീറ്റിനകത്ത് തന്നെ ചിക്കൻ ബിരിയാണി ഉണ്ട്, അതുകൂടാതെ തന്നെ ബീഫ് ബിരിയാണി, അങ്ങനെ ഓരോ വെറൈറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ ഫിഷിനകത്ത് ആ വെറൈറ്റി പരീക്ഷിക്കാൻ പോകാം. അതിൽ നമ്മളിന്ന് മത്തി ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. എന്ത് മത്തി ബിരിയാണി. അപ്പം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നേരെ പോകാം, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടെ നിർത്തുക. നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടല്ലോ, നിങ്ങളുടെ അടുത്തോട്ട് പറഞ്ഞു നിർത്തിക്കോളും കേട്ടോ. അപ്പോൾ പപ്പ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയും. അപ്പോൾ പപ്പ സ്റ്റാർട്ട് പറഞ്ഞു. അപ്പോൾ മത്തി ബിരിയാണിക്ക് നമുക്ക് ആദ്യമേ ഒരു കാര്യം ചെയ്യാം. മത്തിയെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് മത്തിക്കകത്തുനിന്നുള്ള മസാല ഇട്ട് ആദ്യമേ ആ മസാല ഇട്ട് മാറ്റി വെച്ച് നല്ല രീതിയിൽ കഴുകി വരഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങൾ ആദ്യമേ നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം. ആദ്യമുണ്ട് കുറച്ച് ഫിഷ് മസാലയുടെ ഇടാം. മതിയാവും. പൊടി ഇടാം. ഇഞ്ചി ചതച്ചതാണ്, സ്വല്പം ഇഞ്ചി ഇട്ടു. ഇപ്പോൾ സാധനം ചേർത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫിഷിൻ്റെ മസാല, പിന്നെ ഇതിലേക്ക് നമുക്ക് ചെറുനാരങ്ങ നീരും ഞാൻ പിഴിഞ്ഞ് ഒഴിക്കുകയാണ്. എന്നാലും ഒരു ശക്കലം വെള്ളം കൂടെ നമുക്ക് ചേർത്ത് നമുക്ക് ഓരോന്നും എടുത്ത് എല്ലാ ഭാഗത്തൂടെ മസാല പുരട്ടി ശരിയാക്കി വെക്കാം. മുഴുവൻ ഇന്ന് ഫിഷ് ബിരിയാണിക്ക് വേണ്ട മത്തിയാണ് നമ്മുടെ ഇന്ന് ഐറ്റംസ് ഫിഷ്. മത്തി മുഴുവൻ ഞാൻ മസാല ഇട്ട് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഒരു അരമണിക്കൂർ നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേനും അതിലേക്ക് ആ മസാല മുഴുവൻ പിടിക്കും. അപ്പോഴത്തേനും നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ ശരിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളത് ചെറിയ ഉള്ളിയുണ്ട്, സവോളയുണ്ട്, തക്കാളിയുണ്ട്, ചെറുനാരങ്ങയുണ്ട്, വെളുത്തുള്ളി, ഇഞ്ചിയുണ്ട്, മല്ലിയില, കരിയാപ്പില, എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇനി നമുക്ക് സവോള എടുത്തൊന്ന് കട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. എണ്ണ ചൂടായി, അതിലേക്ക് നമ്മൾ സ്വല്പം വെളുത്തുള്ളി ഇഞ്ചിയോടെ ചേർക്കുക. വെച്ചിരിക്കുന്ന സവോളി ചെറിയ ഉള്ളിയോടെ ചേർക്കുകയാണ്. തക്കാളി ഒരു 2 തക്കാളിയോടെ കട്ട് ചെയ്യുമ്പോൾ മസാലയ്ക്ക് ഒരു കൊഴുപ്പും കിട്ടും. ആ മീനിനുള്ള ചെറിയ ശകലം പുളിയും കിട്ടും. നമ്മൾ ശകലം മുളക് കൂടെ ഇടുവാണേ. ഗരം മസാല ഇവിടെ ആ വെള്ളം തട്ടി വരുമ്പോൾ ഈ മസാലയൊക്കെ ആയിരിക്കും. മത്തിയുടെ മസാല കംപ്ലീറ്റ് റെഡിയായി. ഇനിയിപ്പം നമുക്ക് ബിരിയാണിയുടെ റൈസിൻ്റെ മുകളിലേക്ക് ഈ മത്തി ഇതും കൂടെ കൂടി വെക്കാനായിട്ടുള്ള രൂപത്തിലാണ് മസാല. എണ്ണ ചൂടായി ഈ മത്തി എണ്ണയിലേക്ക് ഇടുകയാണ്. നട്ട്സ് ഇടുകയാണ്. ഉള്ളി ഇടുകയാണ്. അരച്ചുകൂടി ഇടാം. ഇവിടെ കൂടി നമ്മൾ തക്കോലി ഇട്ടിരിക്കുന്നു, അത് ആദ്യമേ ഒന്നിടാം. അതിൻ്റെ അകത്തേക്ക് നമ്മളൊരു സ്വല്പം വെളുത്തുള്ളി ഇതിട്ടു, സ്വല്പം ഇഞ്ചി ഉണ്ടായിരുന്നു, അത് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ക്യാരറ്റ് കൂടി ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. വെള്ളം ഒഴിക്കാൻ പോവാണ്. ഇതിന് സ്വല്പം മല്ലിയില അതിലേക്ക് ആ നാരങ്ങാരെ കൂടി അങ്ങനെ ബിരിയാണി അരി നമുക്ക്
ആദ്യമേ നമുക്ക് അടിയിലേക്ക് ഒരു ശകലം മീനിൻ്റെ മസാലയൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മസാലയുടെ ഇതെല്ലാം കൂടെ കൂടി മതി. നമുക്ക് ലൈറ്റായിട്ട് ആ ഉള്ളി, ആ നട്ട്സ്, പിന്നെ നമ്മുടെ കിസ്മിസ് ഇതെല്ലാം കൂടെ നമ്മൾ ഇട്ടു. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് സ്വല്പം പുതിന, സ്വല്പം മല്ലിയില ഇട്ടു. ഇനി നമുക്ക് ഈ റൈസ് ഇട്ട് ഇതെല്ലാം കൂടെ കൂടി ഒന്നുകൂടെ കവർ ചെയ്യണം. ബിരിയാണിക്ക് എന്നാണേലും ആ നെയ്യുടെ ഒരു ഇത് ചെല്ലുമ്പോഴല്ലേ അതിൻ്റെ ആ ഒരു ശരിക്കുള്ള മതി. അതിൻ്റെ മുകളിൽ നമ്മൾ ഫ്രൈ ചെയ്ത ഉള്ളി, കുറേശ്ശെ ഉള്ളി ഇട്ടു. പിന്നെ ആ നട്ട്സ് ഫ്രൈ ചെയ്ത്, പിന്നെ നമ്മുടെ ക്യാരറ്റ്, നെയ്ക്കകത്ത് വറുത്ത ക്യാരറ്റാണ്, അതും ഇട്ടു. എല്ലാം ഇനിയിപ്പം നമുക്ക് പുതിന പൊടിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഇല എല്ലായിടത്തും കൂടെ കുറേശ്ശെ ഇട്ട് റെഡിയായിട്ട്. ഫിഷ് ബിരിയാണി എന്ന് ഞാൻ പറയുന്നില്ല, മത്തി ബിരിയാണി.